ഈ അമേരിക്കയിലെ ബയേഴ്സ് എന്ന് പറയുമ്പോൾ ഏഷ്യക്കാർ തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ തന്നെ. അപ്പൊ ഉദാഹരണത്തിന് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പല ശ്രേണികളായി എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അങ്ങനെ പല പല ശ്രേണികളിലായിട്ട് അവിടെ വിദ്യാഭ്യാസത്തിന് പോയിരിക്കുന്നത്. അവര് തന്നെ ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുണ്ട്. പിന്നെ അതുപോലെ അല്ലാതെയുള്ള അവിടെ സ്ഥിരം സിറ്റിസൺസ് ആയി തീർന്നിട്ടുള്ള ഇന്ത്യക്കാര്, അവരും വലിയ തോതിൽ ഇഷ്ടപ്പെടുന്നത്, അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഉൽപ്പന്നങ്ങളുടെ 60% ഏഷ്യക്കാർ തന്നെയാണ് വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഏഷ്യക്കാരുടെ സാമ്പത്തിക ശേഷിയെ അത് എങ്ങനെ ബാധിക്കും? അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാധിക്കും. അവര് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കിയായിരിക്കും പഠിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സാധാരണ രീതിയിൽ വലിയ വില വർധന ഉണ്ടായാൽ അവർ അതിനേക്കാൾ താഴ്ന്ന വിലയുള്ളതിലേക്ക് പോകാനിടയുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വില ഉയരും, ഡിമാൻഡ് കുറയും, കയറ്റുമതി കുറയും.